ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റോസ്മേരി പ്ലാന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ഫോളിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോ ചെയ്യാനായിട്ടൊക്കെ റോസ്മേരിയുടെ വാട്ടർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ റോസ്മേരി ഓയിൽ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് നമുക്ക് അത്ര പരിചയമല്ല, കാരണം നമ്മുടെ നാട്ടിൽ അത്ര അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല റോസ്മേരി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്ന് റോസ്മേരിയുടെ ഒരു സ്റ്റെം ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പ്ലാന്റ് അത്ര അവൈലബിൾ ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷേ ഓൺലൈനായിട്ടൊക്കെ അത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ റോസ്മേരി ഈ ഒരു സ്റ്റെം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിത് നേരത്തെ കണ്ട് പരിചയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചറിയാനായിട്ട് കുറച്ച് എളുപ്പവഴിയുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് റോസ്മേരിനെ മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുള്ള് പോലുള്ളൊരു ഒരു ഇലയാണ്. ഇതിൻ്റെ സ്റ്റെം ഇങ്ങനെ ഇരിക്കും, പക്ഷെ ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് ഇങ്ങനെ മുള്ള് പോലത്തെ ഉള്ള ലീഫായിരിക്കും. പിന്നെ ഏതൊരു ചെടിയുടെ ആണെങ്കിലും സ്മെല്ല് നമുക്ക് അറിയാനായിട്ട് അതൊന്ന് ഇല ഒന്ന് നുള്ളി മണത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മണം അറിയാൻ പറ്റുള്ളൂ. പക്ഷേ റോസ്മേരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എന്താണ് റോസ്മേരിയുടെ ഒരു സ്മെല്ല് എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. ഈ റോസ്മേരി നമുക്ക് എസെൻഷ്യൽ ഓയിലായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ ഓയിലും അതുപോലെ തന്നെ റോസ്മേരി വാട്ടറൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റോസ്മേരിയുടെ സ്മെല്ലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. എല്ലാവർക്കും അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലല്ല. നമുക്ക് ഒരു റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡൊക്കെ ഒരു എന്താ പറയുക ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സ്മെല്ലാണ്. ഇതിൻ്റെ എസെൻഷ്യൽ ഓയിലും നമുക്ക് അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ചെടീനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ. നല്ല വെയിലത്ത് വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് മുഖത്ത് തേക്കാനും പറ്റും. മുഖക്കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നമുക്ക് പച്ചില അരച്ചിട്ട് മുഖത്ത് തേക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. മുഖക്കുരു മാറാനായിട്ട് റോസ്മേരിയുടെ ഇല അരച്ച് തേക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലും ഇത് എല്ലാ ആയുർവേദ ഷോപ്പുകളിലും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മരുന്നുകളും കിട്ടുന്ന അങ്ങനെ വലിയ ആയുർവേദ ഷോപ്പുകൾ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്കിത് അവൈലബിൾ ആണ്. അത്യാവശ്യം ഇപ്പോൾ ഇത് കുറച്ച് പോപ്പുലർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ആയുർവേദ ഷോപ്പിലും നമുക്കിത് അവൈലബിൾ ആണ്. ഇപ്പോൾ റോസ്മേരി നമ്മൾ ആയുർവേദ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് യൂസ് ചെയ്യുമ്പോൾ അന്ന് തന്നെ നമ്മളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചതിൻ്റെ അന്ന് നമുക്കത് യൂസ് ചെയ്യാം. പിറ്റേ ദിവസം ആകുമ്പോൾ തുടങ്ങി അതിൻ്റെ സൈഡ് തുടങ്ങി ഒന്ന് കരിഞ്ഞു തുടങ്ങും. അത് കാരണം ഫ്രഷ് ആയിട്ടാണ് നിങ്ങൾക്കത് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് 2 ദിവസത്തിൽ കൂടുതൽ ഒരു ദിവസത്തിൽ കൂടുതൽ അത് ഫ്രഷ് ആയിട്ട് ഇരിക്കില്ല. നമ്മൾ സ്റ്റെമ്മായിട്ട് തന്നെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് അന്നത്തെ ദിവസം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയി കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റോസ്മേരിയുടെ ഓയിലാണെന്നുണ്ടെങ്കിലും റോസ്മേരി വാട്ടർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ ഫോളിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും നമുക്കറിയാലോ നമ്മളുടെ മുടിയിൽ എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കത് എഫക്റ്റ് ആവുക. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചില ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് റോസ്മേരിയുടെ വാട്ടർ യൂസ് ചെയ്തിട്ട് തലവേദനയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അത് കാരണം ചില സൈഡ് എഫക്ട്സും നമ്മൾ റോസ്മേരിയിൽ കേട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള റോസ്മേരിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.